ഇതിനെ റീഫിൽ ചെയ്ത് വെക്കണം. എൻ്റെ കയ്യിൽ സ്പൂണില്ലായിരുന്നു, അപ്പോൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി സ്പൂൺ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പിങ്ക് ക്യൂട്ട് സ്പൂണും ഒരു സാധാ സ്പൂണും. കണ്ടോ, ക്യൂട്ട് പാക്കേജിങ് എപ്പോഴും. ക്യൂട്ട് പാക്കേജിങ് മെയിൻ എപ്പോഴും. ഇനി വേറൊരു സാധനമുണ്ട്, ഇത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം എന്താണ്. ഇച്ചിരി അധികം ക്യൂട്ടായി പോയി പാക്കേജിങ്. ഇത് നമുക്ക് സർപ്രൈസാണ്, നമുക്ക് സർപ്രൈസ് തുറക്കാം. എപ്പോഴും വീട്ടിൽ നിന്ന് എന്തെങ്കിലും അയക്കുമ്പം ഒരു സർപ്രൈസ് ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ചൂച്ചു, എൻ്റെ അനിയത്തി, ആളെ ചൂച്ചു ഞാൻ വിളിക്കണം. ചൂച്ചു എനിക്ക് എന്തെങ്കിലും ക്യൂട്ടായിട്ട് അയച്ചു തരും. കഴിഞ്ഞോട്ട് എനിക്കൊരു ബ്രേസ്ലെറ്റ് അയച്ചു തന്നു, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ തുറക്കട്ടെ. ഇതാണ് കഴിഞ്ഞ തവണ എനിക്ക് ചൂച്ചു അയച്ചു തന്ന ബ്രേസ്ലെറ്റ്. അപ്പം നമുക്ക് ഇതിട്ടുകൊണ്ട് തുറക്കാം. ഇതെനിക്ക് കുറച്ച് ടൈറ്റാണേ, പക്ഷെ എന്നാലും ഞാനിടും. ഇത് ഞാൻ തുറന്നു, അതിനകത്ത് ഇനി നമുക്ക് എല്ലാം നോക്കാം. എനിക്കുള്ള ഗുളികയുണ്ട്. ഗുളിക, ഗൾഫിലെ മുട്ടായി, ഗൾഫ് മുട്ടായി. കുറേ ഗൾഫ് ഒരു മിഠായി തുറന്നു വെച്ചേക്കുന്നേ. നോക്കട്ടെ, അതെന്താ സ്കീം നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഒരെണ്ണം കിട്ടിയിട്ട് ഒരെണ്ണം അവൾ എടുത്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒരെണ്ണം അയച്ചേക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. തുറന്നിരിക്കുക, ടേസ്റ്റ് ചെയ്തേക്കാം. ദാ ടേസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൗണ്ടിയുടെ വേറൊരു സാധനം, പണ്ടുള്ള സ്വഭാവമാണ്. പകുതി പൊട്ടിച്ച് മുട്ടായി വെക്കുന്നു. പാവം.